ചേട്ടൻ എന്താണോ ഇങ്ങനെ താമസിക്കുന്നത്? സാധാരണ ഓഫീസ് വിട്ട് ഒരു 6-6:30 ആവുമ്പോ വീട്ടിലെത്തുന്നതാ. മണി 8 കഴിഞ്ഞല്ലോ. ഇതാരാ ഈ നേരത്തെ കഥകിൽ മുട്ടുന്നേ? നേരെ ഇരുട്ടിയല്ലോ. ആരാ? ഓ, ഞാനാ. നീ ഒന്ന് കഥക് തുറക്ക. ഞാനോ? ഏത് ഞാൻ? ശബ്ദം കേട്ടിട്ട് വലിയ പരിചയം തോന്നുന്നില്ലല്ലോ. ഈശ്വര, ഇനി വല്ല തട്ടിപ്പുകാരുമാണോ എന്തോ. നിങ്ങൾ ആരാന്ന് വ്യക്തമായി പറഞ്ഞേ. എന്താ കാര്യം? എടി, നീ കഥകൊന്ന് തുറക്ക. ഇത് ഞാനാ, നിന്റെ കെട്ടിയ മനുഷ്യന് നിൽക്കാൻ പോലും വേല. അന്നേരമാ അവരുടെ ഒരു ഇന്റർവ്യൂ. അയ്യോ, ചേട്ടനായിരുന്നോ? ശബ്ദം മാറിപ്പോയല്ലോ. എന്തു പറ്റി ചേട്ടനെ? അയ്യോ, ഇതെന്താ ഉടുതുണി പോലും ഇല്ലാതെ. ചേട്ടന്റെ പാന്റ് ഷർട്ടും ഒക്കെ എന്തിയേ? നിന്ന് കിന്നരിക്കാതെ നീ പോയി എന്റെ ഒരു ലുങ്കി എടുത്തോട്ട് വാ. പിള്ളേര് കാണും മുമ്പ് ഞാനൊരു ലുങ്കി എങ്കിലും ഉടുക്കട്ടെ. ഓ ചേട്ടാ, ഇതെന്ത് പറ്റിയതാ? നെറ്റിക്ക് മുറിവുണ്ടല്ലോ. അയ്യോ, വല്ല ഗുണ്ടാക്രമണം ഉണ്ടായോ? നാട് മുഴുവൻ ലഹരി അടിച്ച് ബോധമില്ലാതെ നടക്കുന്ന കാലോ. ഒന്നും പറയണ്ട, ദേഹമൊക്കെ വേദനിക്കണം. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇതെന്താ ഇങ്ങനെ വേർക്കുന്നേ? ഇനി വല്ല ഹാർട്ട് അറ്റാക്കും ആണോ? ഈശ്വര ദൈവമേ. അയ്യോ എടീ, കിലോമീറ്റർ 3-4 നടന്നാ പിന്നെ മനുഷ്യൻ വേർക്കത്തില്ലേ? അയ്യോ, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ല. അയ്യോ, ചേട്ടന്റെ ബൈക്ക് എന്തിയേ? എല്ലാം പോയെന്ന് പറഞ്ഞാ മതിയല്ല. അയ്യോ, എവിടെ പോയി? ഇതെന്ത് കഥ? രാവിലെ കുളിച്ച് കുട്ടപ്പനായി ബൈക്കിൽ ഓഫീസിൽ പോയ ചേട്ടൻ ദേ അവശനായി, നെറ്റിയും പൊട്ടിച്ച് ഉടുതുണിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. ഇതത് തന്നെ. യാത് തന്നെന്നാ നീ പറയുന്നത്? നിങ്ങൾ ഏതോ കൂടിയ ലഹരി അടിച്ച് ബോധമില്ലാതെ വീട് മാറി ഏതോ വീട്ടിൽ ചെന്ന് കയറി കാണും. അവരെല്ലാം കൂടി എടുത്ത് പെരുമാറി ഈ പരുവാക്കിയതല്ലേ? സത്യം പറ എന്റെ ഈശ്വരന്മാരെ. അയ്യോ എടി, നീ ശവത്തില് കുത്തല്ലേ? എന്നാ പിന്നെ തെളിച്ചു പറ, എന്താ പറ്റിയേ? ഞാന് ഓഫീസിൽ നിന്ന് അല്പം നേരത്തെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുമായിരുന്നു. എന്നിട്ട് വരുന്ന വഴി എനിക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നി. അയ്യോ, എന്നിട്ട്? അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെല്ലാം നാട്ടുകാര് പറഞ്ഞു. എന്തു പറഞ്ഞു? തല കറങ്ങിയ വഴി ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ താഴെ, ബൈക്ക് മുകളില്. എന്നിട്ട് ബൈക്കിനെന്തെങ്കിലും? ചേട്ടൻ എന്തെങ്കിലും? ഭാഗ്യത്തിന് തല ചെറുതായൊന്ന് മുട്ടിയതേ ഉള്ളൂ. അതാ ഈ നെറ്റിയിലെ മുറിവ്. പക്ഷെ ബോധം വന്നത് 2 മണിക്കൂർ കഴിഞ്ഞാണ്. അയ്യോ, എന്നിട്ട് ഈ നടു റോഡിൽ ചേട്ടൻ കിടക്കണത് ആരും കണ്ടില്ലേ? ആരും സഹായത്തിന് വന്നില്ലേ? കണ്ട്, എല്ലാരും കണ്ടു. അവര് തീരുമാനിച്ചു ഞാൻ ഏതോ കൂടിയ ഇനം ലഹരി അടിച്ച് ഫിറ്റായി ബൈക്കിൽ നിന്ന് വീണ് കിടക്കുകയാണെന്ന്. അവിടെ തടിച്ചു കൂടിയവരെല്ലാം കുറച്ചു കഴിഞ്ഞ് കെട്ടുവിടുമ്പോ എഴുന്നേറ്റ് പൊക്കോളും എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. കണ്ണി ചോരയില്ലാത്തവന്മാര് ഒരുത്തനും ഗുണം പിടിക്കില്ല. അല്ല ചേട്ടാ, ഷർട്ടും പാന്റും എല്ലാം ചെളി പറ്റിയതുകൊണ്ടാണോ അതെല്ലാം ഉപേക്ഷിച്ചു പോന്നത്? അത് വേണ്ടായിരുന്നു, നമുക്കിവിടെ കൊണ്ടുവന്ന് കഴുകിയെടുക്കായിരുന്നു. കഥ ഇവിടെ തീരുന്നില്ല എന്റെ ഭാര്യ. ഞാൻ ബോധമില്ലാതെ കിടക്കുന്നതിനിടയിൽ അതുവഴി വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ സൂക്ഷ്മമായി പരിശോധിച്ചു പോലും. പരിശോധനയുടെ ഇടയിൽ അവൻ എന്റെ പേഴ്സും മൊബൈൽ ഫോണും എല്ലാം കൈക്കലാക്കി. എന്നിട്ട് ഷർട്ടും പാന്റും ഊരി ബൈക്കിന്റെ സൈഡ് ബോക്സിൽ വെച്ചിട്ട് പറഞ്ഞു പോലും. എന്ത് പറഞ്ഞു? കുറച്ച് കാറ്റ് കൊള്ളട്ടെ, അപ്പ ലഹരിയുടെ കെട്ട് വിടുവന്ന്. ദുഷ്ടൻ. എന്നിട്ട് ആ പരമഭാവി എന്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം വിട്ടുപോലും. എനിക്ക് ബോധം വീണപ്പം വസ്ത്രവും ഇല്ല, പാഡ്സും ഇല്ല, മൊബൈലും ഇല്ല, ബൈക്കും ഇല്ല. അതെല്ലാം സഹിക്കാം. ഷുഗർ കുറഞ്ഞ് ബോധം കെട്ട് വീണ എന്റെ വശത്ത് അവൻ ഒരു ബോർഡും എഴുതി വെച്ചു. ഇത് MDMA, ഉറങ്ങാൻ അനുവദിക്കൂ, ദയവായി ശല്യപ്പെടുത്തരുത് എന്ന്. എന്റെ ഈശ്വരാ, എന്റെ വനിതാ സമാജത്തിൽ ആരേലും അതുവഴി അന്നേരം പോയോ എന്തോ. നാളെ ജനറൽ ബോഡി ഉള്ളത്. ഞാനിനി എങ്ങനെ അവളുമാരെ മുഖത്ത് നോക്കാം? കണ്ട അതിലാ അവൾക്ക് വിഷമം. അല്ലാതെ ഈ പാവം ഞാൻ വീണതിലും അപമാനിക്കപ്പെട്ടതിലും അല്ല. ഇതാ മലയാളിയുടെ പ്രശ്നം. സ്വന്തം കാര്യം സിന്ദാബാദ്. ഈ നാട് നന്നാവൂല. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, സുഷമ അനിൽ. രചന ബിജു മാത്യു.